സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്നു. എങ്കിൽ പിന്നെ ഈ ആശുപത്രി കൊണ്ട് കാര്യമുണ്ടോ? ഇതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ മനുഷ്യന്റെ മനസ്സ് നന്നാക്കിയെടുക്കേണ്ട ഡോക്ടർമാരാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ തന്നെ സ്റ്റേജിൽ കയറിയിട്ട് അപ്പുറത്തുള്ള പണ്ഡിതന്റെ ഗീബത്ത് പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞാൽ, കുറ്റം പറഞ്ഞാൽ, ഡോക്ടർമാര് രോഗികളായി പോയാൽ ആശുപത്രി കൊണ്ട് കാര്യമുണ്ടോ? ബഹുമാനപ്പെട്ട ഔലിയാക്കളെ ചോദ്യമാണ്, അബ്ദുൽ മലിക്കുൽ ഖസൂരി തങ്ങളെ ചോദ്യമാണ്. തപ്പാതെ അബ്ദുൽ മലിക്കുൽ ഖസൂരി തങ്ങളോട് ചൊല്ലാൻ ഓരാണ്ട് പാർത്തോവരിവണ്ണം അല്ലാഹടുപ്പാൻ കരുതിയിട്ട് വാണ്ട് കാലം ചുറ്റി നടന്നോവർ അബ്ദുൽ മലിക്കുൽ ഖസൂരി ചോദിച്ച ചോദ്യമാണ്, ഡോക്ടർമാര് രോഗികളായി പോകാൻ പറ്റുമോ? അഹമ്മദേ, സുഹൃത്തുക്കളെ, ആഖിർ സമാനാണ് കേട്ടോ. ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് പറയുന്നു, ഒരു വിവാദത്തിലും നിങ്ങൾ പങ്കെടുക്കരുത്. ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ ഉന്നയിച്ച് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാനാണ് ഇസ്ലാമിന്റെ വിരോധികളുടെ എല്ലാ കുതന്ത്രങ്ങളും നടക്കുന്നത്. കണ്ടോ നിങ്ങൾ? ഷിയാക്കൾ എന്ന് പറയുന്നൊരു കൂട്ടരി. ഈ ഷിയാക്കളെ വാദം എന്താ? നിങ്ങൾക്കറിയാം, ഇറാഖിലായാലും ഇറാനിലായാലും അഫ്ഗാനിലായാലും പാകിസ്ഥാനിലായാലും ബഹ്റൈനിൽ വരെ ഷിയാക്കളല്ലേ പ്രശ്നം വലിച്ചിട്ട് മുസ്ലിമീങ്ങളുടെ ചോര ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയല്ലേ ചെയ്യുന്നത്. തന്നെ തീവ്രവാദി കൊന്നാലും അതേ ഡിപ്പാർട്ട്മെന്റ് കൊന്നാലും അമേരിക്കയുടെ പട്ടാളം ഇറങ്ങിയാലും അവിടെയുള്ള പട്ടാളം ഇറങ്ങിയാലും ഒക്കെയും പൊട്ടിത്തെറിക്കുന്നത് മുസ്ലിമിന്റെ ചോരയല്ലേ, തലയല്ലേ? എല്ലാറ്റിനും കാരണം ഷിയാക്കളുടെ അതാ നവീനവാദമല്ലേ? അത് നിങ്ങൾ ആലോചിച്ചു. ആ വാദത്തിന്റെ പ്രസക്തി ഇല്ല, അതിനൊരു പ്രസക്തിയുമില്ല. അപ്രസക്തമായൊരു വാദം 1400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം മദീന ആദ്യം ഭരിക്കേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണോ? ആലോചിച്ചു നോക്ക്. കഴിഞ്ഞ ഇലക്ഷനിൽ നാളെ ആ സപ്ലൈ ഇപ്പൊ ഇങ്ങനെ ബിരിയാണിയുടെ മുട്ട വലുത് മുട്ട് വെച്ചതാ. നാളെ സപ്ലൈ തുറന്നേ ഉള്ളൂ. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇന്നൊരാൾ പ്രസംഗിക്കുന്നു, എന്താ പ്രസംഗം? കഴിഞ്ഞ ഇലക്ഷനിൽ ആരാ വോട്ട് ചെയ്യേണ്ടത്? ഇന്ന് പ്രസംഗിക്കുന്നു. അയാൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നുള്ളൂ. ഇന്നെന്തിനാ വരേണ്ട ആവശ്യം? എന്നാ ഇതുപോലെ നിങ്ങൾ ആലോചിച്ചു, 1400 കൊല്ലം മുമ്പ് ആദ്യം ഭരിക്കേണ്ട അലി ബിൻ അബീ താലിബാണോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണോ? ചർച്ച ഇപ്പോഴാ. പണ്ടാരെയും ഭരിക്കേണ്ടത്. അതുകൊണ്ട് എന്താ സമുദായത്തിന് കാര്യമോ? ഒരു കാര്യവുമില്ല. പക്ഷേ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഷിയാക്കൾ ഉണ്ടാക്കിയ വാദമാണ്. ഇതുപോലെ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവിടെ സുന്നത്ത് ജമാഅത്ത് മാത്രമുള്ള നാടായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു കൂട്ടരി അതാ പ്രബോധനത്തിനെഴുതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് ഒരു വാദം. ഇന്നാലില്ല, സാധാരണ മനുഷ്യന് ജിബ്രീലിനെ കാണാൻ കഴിയോ? നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരെ ഇന്ന് വരെ ഒരു മലക്കിനെയും കണ്ടിട്ടില്ല. ഇത് ആർക്കാ മനസ്സിലാകാത്തത്? എന്നാ പോകട്ടെ, അവിടുന്ന് വിട്ട് പ്രബോധനത്തിൽ അതാ എഴുതുന്നു, മുഹമ്മദ് നബിയുടെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി. ചോദിക്കട്ടെ, അങ്ങനൊരു വിവാദം ഉണ്ടാക്കിയാൽ ഈ സമുദായത്തിന് വല്ല കാര്യവുമുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് ജീർണിച്ച് നശിച്ചു എന്ന് പ്രബോധനം എഴുതിയിട്ട് അങ്ങനൊരു വിവാദം ഉണ്ടാക്കിയിട്ട് ഈ സമുദായത്തിന് എന്താണ് സുഹൃത്തുക്കളെ കാര്യം? പക്ഷേ വിവാദം വലിച്ചിടുകയാണ്, ഈ സമുദായത്തെ തമ്മിൽ അടുപ്പിക്കാനാണ്. നിങ്ങൾ കണ്ടില്ലേ വേറൊരു കൂട്ടര വാദം? അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പയും ഉമ്മയും നരകത്തിലാണ് ഒരു ചെറിയ സങ്കോചനമില്ലാതെ പ്രസംഗിക്കുകയാണ് ഒരു കൂട്ടര്. ചോദിക്കട്ടെ, നരകവും സ്വർഗവും കൊടുക്കുന്ന അല്ലാഹല്ലേ? അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പക്ക് നരകമാണെന്ന് ഇവരോട് പറയാൻ ആര് പറഞ്ഞു? ഈ ചർച്ച കൊണ്ട് സമുദായത്തിൽ എന്താ കാര്യം? സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല
വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. റസൂലിനെ പറഞ്ഞേക്കുന്നത് വരെ നമ്മൾ ആരെയും ശിക്ഷിക്കൂല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ 40 വയസ്സായിട്ട് അതാ കലിമത്തു തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് ഒരു റസൂൽ വരാത്ത നിലക്ക് മരണപ്പെട്ടു പോയ മഹാന്മാർ, മരണപ്പെട്ടു പോയ ആളുകൾ അവരെ അല്ലാഹു ശിക്ഷിക്കൂല എന്ന് ഖുർആൻ ഇത്രയും നന്നായി പഠിപ്പിച്ചിട്ട് ആ ഖുർആനിനെതിരെ പുത്തൻവാദികൾ വാദമുന്നയിച്ച് വിവാദം വലിച്ചിട്ടില്ലേ? ഇതുപോലെ ഇപ്പോൾ ഒരു വിവാദം നിങ്ങൾ കേൾക്കുന്നില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅറ് മുബാറക് വടക്കേ ഇന്ത്യയിൽ നിന്ന് അതാ കൃത്യമായ സനദോടുകൂടി അടിസ്ഥാന രേഖയോടുകൂടി അതേ അതിന്റെ പരമ്പരയോടുകൂടി മർക്കസ് സഖാഫത്ത് സുന്നിയിൽ കിട്ടി. അതുപോലെ അതറിഞ്ഞവർ പോയി അതുകൊണ്ട് ബറക്കത്തെടുത്തു. അതിന്റെ ശേഷം കഴിഞ്ഞ സമ്മേളനത്തിൽ അതാ യുഎഇയിലെ മുൻ ഔഖാഫ് മന്ത്രിയുടെ മകൻ അഹമ്മദ് ഖസറജിയുടെ കയ്യിൽ നിന്നും മറ്റൊരു തിരികേശം അതാ ലക്ഷക്കണക്കിന് ആളുകളെ മുന്നിൽ വെച്ച് ഈജിപ്തിലടക്കമുള്ള പണ്ഡിതന്മാരെ സാക്ഷി നിർത്തി അവിടെ വെച്ച് കൊടുത്തു. അത് ഇഷ്ടമുള്ളവരവിടെ പോകുന്നു, വെള്ളം കുടിക്കുന്നു. ഒരു മനുഷ്യരോട് പോലും ആകാശം വല്ലാഹി വാങ്ങിയിട്ടില്ല. സുഹൃത്തുക്കളെ, ഇഷ്ടമുള്ളവർക്ക് പോകാം, വാങ്ങാനും കുടിക്കാം. അതിന്റെ പേരിൽ ഒരു വിവാദത്തിന്റെ ആവശ്യമുണ്ടോ? എന്തിനാണ് വിവാദം? മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കലാണ് പലരുടെയും ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് പറയട്ടെ, നിങ്ങൾ അത്തരത്തിലുള്ള വിവാദങ്ങൾ വലിച്ചിട്ട് ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുതേ. അല്ലാഹുവേ, ഈ സമുദായത്തെ ഒന്നിപ്പിച്ച് ശക്തിപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ ഭിന്നിപ്പിച്ച് നശിപ്പിക്കരുത് റഹ്മാനേ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് ഈ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ്, ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്. ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ആ മഹാനായ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ അല്ലാഹുവിന്റെ റസൂലിനോട് വലിയ സ്നേഹമുള്ള ആളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്ത് റസൂലുള്ളാഹിനെ വിളിച്ചു തേടുന്ന ആളാ. അല്ലാഹുവിന്റെ റസൂലിനെ ഒരയാളാക്കി പ്രാർത്ഥിക്കുന്ന ആളാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളാ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഒരബദ്ധം പറ്റിപ്പോയി. ശരിക്കും മനസ്സിലാക്കാം എന്താ അബദ്ധം? മൂപ്പരും നഖം നീണ്ടില്ലേ? നീണ്ട നഖം മാമൂർക്കൊരു സുന്നത്താണ്, അത് നീട്ടാൻ പാടില്ല. മാമൂർക്കൊരു സുന്നത്താണ്, അത് ആരോഗ്യത്തിനും വളരെ നല്ലതാ. നഖം നീട്ടിയാൽ അതിനുള്ളിൽ ചേറ് പോകും, അതൊക്കെ നമ്മുടെ ബാറ്റിലെത്തു. അങ്ങനെ ഒരുപാട് കേടുണ്ട്. മാമൂർക്കലി വളരെ നല്ലതാ ആരോഗ്യത്തിന്, അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. സുബ്ഹാനല്ലാഹ്. ചില ആളുകളുണ്ട് മീശ വെട്ടൂല. മീശ വെട്ടണോ? മീശ പഠിക്കണ്ട, മീശ വെട്ടണം. അങ്ങനെ അപ്പൊ മീശ വെട്ടണോന്നാ, താടി വളർത്തണോന്നാ, പഠിക്കണോന്നല്ല. അങ്ങനെ ഇസ്ലാമിന്റെ സുന്നത്ത്. അപ്പൊ നാം ഒരിക്കൽ പ്രത്യേകം സുന്നത്താ. അതുപോലെ മനുഷ്യന് വൃത്തിയോടെ ജീവിക്കാൻ ആവശ്യമായതൊക്കെ ചെയ്യണം. കക്ഷരോമം പഠിക്കണം, ഗൃഹരോമം പഠിക്കണം. അതൊക്കെ ഇസ്ലാമിൽ പ്രത്യേകം നിർദ്ദേശ. ഇസ്ലാമിന്റെ വൃത്തിയുള്ള മത. ഇസ്ലാമിന്റെ വൃത്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. മുസ്ലിമീങ്ങൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ ഒരു പള്ളി ഉണ്ടാവും, പള്ളിന്റെ അടുത്ത് ഒരു ടാങ്കി ഉണ്ടാവും, വെള്ളം ഉണ്ടാവും. അതിനാ വൃത്തിയാക്കാനാണ്. മൂത്രമൊഴിച്ചാൽ വരെ കഴുകി വൃത്തിയാക്കണമെന്ന് ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാം വലിയ വൃത്തിക്ക് വലിയ പ്രാധാന്യം നൽകിയ മതമാണ്. സുഹൃത്തുക്കളെ, ഇപ്പൊ ഞാൻ പറഞ്ഞെന്തായിരുന്നു? ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു നഖം മുറിക്കാൻ വേണ്ടി നഖം പൂന്തിയിട്ട് നാം മുറിക്കാൻ നോക്കുന്നു. ഇപ്പൊ നോക്കി, ഇന്നെന്താഴ്ച? ബുധനാഴ്ച നഖം മുറിക്കരുത് എന്നൊരു ഹദീസ്. അപ്പൊ മൂപ്പർ മനസ്സിലാക്കി ഇന്ന് നാം മുറിക്കണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടല്ലോ. ആ ഹദീസിന്റെ സനദ് ഒന്ന് പരിശോധിക്കട്ടെ. സനദ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ റിപ്പോർട്ട് വന്ന ശൃംഖല, പരമ്പര. ഇന്നാളിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വന്ന ശൃംഖല, ആ പരമ്പര ഒന്ന് പരിശോധിക്കട്ടെ.
പരിശോധിച്ച് നോക്കുമ്പോൾ ആ ശൃംഖല സഹീഹല്ല, യോഗ്യന്മാരല്ലാത്ത ചില ആളുകൾ റിപ്പോർട്ടിലുണ്ട്. ബുധനാഴ്ച നാമൂരിക്കണ്ടെന്ന് പറഞ്ഞ ഹദീസിന്റെ റിപ്പോർട്ടിലുണ്ട്. അപ്പൊ ഓപ്പർ മനസ്സിലാക്കി സനത് ശരിയില്ല, അതുകൊണ്ട് ഏതായിരുന്നാലും നാമൂരിക്കൽ സുന്നത്തല്ലേ നിർത്തിവെക്കണ്ട എന്ന് വിചാരിച്ച് നഖം മുറിച്ച് ബുധനാഴ്ച നാമൂർച്ചാൽ ചിലപ്പോൾ വെള്ളപ്പാണ്ട് സംഭവിക്കുന്ന ഹദീസ് ധരിപ്പിക്കുന്നത്. ശരീരത്തിന് വെള്ളപ്പാണ്ട് രോഗം വന്നു, സനത് സഹീഹല്ലാത്തത് കൊണ്ടാ തള്ളിയത്. പക്ഷേ ശരീരത്തിന് വെള്ളപ്പാണ്ട് രോഗം വന്നു. എന്താ കാരണം? ബഹുമാനിക്കപ്പെടേണ്ട സാധനങ്ങള് അതാണോ എന്ന് സംശയമുണ്ടായാൽ തന്നെ ബഹുമാനിക്കണം. അങ്ങനെ ഞാൻ പറയാ, ഒരു റൂമിന്റെ ഉള്ളില് ശബ്ദം ഉണ്ടാക്കലോ, ജിഫിരി തങ്ങളുടെ ഉള്ളിൽ ഒരു ഉദാഹരണം പറയാ, അല്ലെ പാലക്കാട് തങ്ങളുടെ ഉള്ളിൽ, അല്ലെ ഉള്ളാൾ തങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കല. അപ്പൊ ഒരുത്ത ഉണ്ടി എന്നുള്ളവരെന്താ ഉറപ്പുണ്ടോ? ആ ഉണ്ടി എന്നവരെല്ലാം പറയാൻ കേട്ടിരിക്കും. അതൊന്നും പോരാ, ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടി ഉറപ്പുണ്ടോ? അത് പറഞ്ഞാൽ ഇപ്പൊ ഏതായാലും ബാതിൽ ഉറങ്ങിയില്ല, കുറ്റിയിട്ടിട്ട് കിടക്കുക. എന്നാലും ഉറക്ക് തെളിയുന്നവരെ ആ റൂമിന്റെ ഒന്നും ശബ്ദം ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം ഉറക്ക് തെളിഞ്ഞിട്ട് ബാതിന്റെ കുറ്റി തുറന്നാലേ നമുക്ക് ഇയാളെ കാണാൻ കഴിയുള്ളൂ. തങ്ങളാണോ അല്ലെങ്കിൽ ഒരു വാക്കിയാണോ എന്ന് മനസ്സിലാണെങ്കിൽ കുറ്റിയൊന്ന് തുറന്നിട്ട് ഇതിപ്പോ അതുവരെ നമുക്ക് അവിടെ ശബ്ദം ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവിടെ പോയിട്ട് ആ ബാതിൽ മുട്ടാൻ പറ്റുമോ? അല്ലെങ്കിൽ ചവിട്ടാൻ പറ്റുമോ? ഇല്ല. എന്താ വേണ്ടത്? തങ്ങളാണോ എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിലും അവിടുന്ന് ശബ്ദം ഉണ്ടാക്കാനാണ്ടങ്ങ് പോവാ. ശബ്ദം ഉണ്ടാക്കണമെന്ന് അങ്ങനെ നിയമണ്ട ഇല്ലല്ലോ. ശബ്ദം ഉണ്ടാക്കാണ്ടെന്ന് വെച്ചാൽ പോരെ. ചാപ്പ പറിച്ചോണ്ടെടുക്കലെത്തുമ്പോ ഒരു തങ്ങളവിടെ കിടക്കുന്നുണ്ട് എന്ന് കേട്ടിട്ട് ഈ ആ റൂമിന്റെ ശല്യം ഉണ്ടാക്കിയില്ല അല്ലേ, അതുകൊണ്ട് ഞാൻ നരകത്തിലുണ്ടെന്നുള്ള പറയോ? പറയൂല, ഉറപ്പാ പറയൂല. കാരണം തങ്ങൾ ഉണ്ടൂര് കേട്ട വകയെ തന്നെ അയാൾ ബഹുമാനിച്ചാളാ, അയാളെ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ആരും വരാറില്ല. അതാ പണ്ടൊരു പ്രായം ചെന്നൊരു മനുഷ്യൻ പറഞ്ഞത്, ഒരു പള്ളിയിൽ ഇശാവ് നിസ്കരിച്ച് ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങി ഒരു സ്ഥലത്ത് പോയി തറാവി നിസ്കരിച്ചില്ല. പഠിച്ചോൻ എങ്ങനെയെങ്കിലും എത്തണമെന്ന് വെച്ച് അപ്പൊ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, അവിടെ അങ്ങ് കയറി നിസ്കരിച്ച് തറാവിസ്കാരം നിസ്കരിച്ച് 8 രക്കായത്തായപ്പോൾ മൊയ്ലാരങ്ങ് നിർത്തി കളി. എന്നിട്ട് 8 നിസ്കരിച്ച് നിർത്തിയ 12 വേണ്ടേ, 12 കൂടി വേണ്ടേ? ഈ മൊയ്ലാരന് 8 ഉള്ളു, 12 വെച്ചാൽ നരകത്ത് കറക്കൂന്നാൻ, 20 നിസ്കരിച്ചാൽ നരകത്ത് കിടക്കും. അപ്പൊ ഈ സാധു മനുഷ്യന്റെ ചോദ്യം, അങ്ങനെ നരകത്ത് കിടക്കുന്ന മക്കത്ത് മദീനത്തൊക്കെ 20 രക്കത്ത് ഞാൻ ഉമ്രക്കോയപ്പോ കണ്ടതാണല്ലോ, അരെല്ലാം നരകത്തില്ല, നമ്മൾ മാത്രം സ്വർഗത്തിൽ വരും. മൂപ്പരതിനെ പറ്റി വേണ്ടതുപോലെ ഉയർന്നു ചിന്തിച്ചില്ല. മഹാനവറുകൾ നഖം മുറിച്ചുപോയി. ശരീരത്തിന് വെള്ളപ്പാണ്ട് രോഗമിങ്ങ് വന്നു. ബഹുമാനപ്പെട്ടവർ വിഷമിച്ചുപോയി. സലാത്ത് വർദ്ധിപ്പിച്ചു, ഇസ്തിഗാസ ചെയ്തു, തവസ്സുൽ ചെയ്തു, ഖുർആനോദി ദിക്ർ ചൊല്ലി. വലിയ മഹാനല്ലേ. അതാ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, ബുധനാഴ്ച നഖം മുറിക്കണ്ടാത് എന്റെ ഹദീസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തിനു നഖം മുറിച്ചു? നബിയേ, തങ്ങളെ വാക്ക് തള്ളിയതല്ല, തങ്ങളെ വാക്കാണെന്ന നിനക്ക് ആ ഹദീസ് കണ്ടപ്പോ ഞാനതിന്റെ പരമ്പര പരിശോധിച്ചു. ആ പരമ്പരയിൽ വിശ്വാസയോഗ്യമല്ലാത്ത ആളെ കണ്ടപ്പോ ഞാനത് സഹീഹായ ശരിയായ സനദല്ലാന്ന് മനസ്സിലാക്കി. ഞാനത് ആ ഹദീസിന് അതാ മാറ്റിവെച്ചു. ഞാൻ ബുധനാഴ്ച സുന്നത്തായ ബുധനാഴ്ച അതേ ഞാൻ നഖം മുറിച്ചു. നഖം മുറിക്കൽ സുന്നത്തല്ലേ, അത് ഞാൻ ബുധനാഴ്ച അങ്ങ് ചെയ്തു. നബിയേ, തങ്ങളെ തള്ളിയതല്ല, സനദ് സഹിയായി കിട്ടാത്തത് കൊണ്ട് ആ ഹദീസ് ഞാൻ തെളിവിനെടുത്തില്ല. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, അതേ ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു എന്ന് കേട്ട സ്ഥിതിക്ക് അത് നിങ്ങൾക്ക് തെളിഞ്ഞിട്ടില്ലെങ്കിലും റസൂലുള്ള പറഞ്ഞു എന്ന് ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ. ആ നിലയ്ക്കുണ്ടായാലും ഇന്ന് മുറിക്കണ്ട എന്ന് എന്റെ വാക്കെന്ന നിലയ്ക്ക്, എന്റെ വാക്ക് അത് ശരി അതുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ നഖം മുറിക്കണമെന്ന് പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചുകൂടെ? എന്നെ സ്നേഹിക്കുന്നവർ എന്നെ ആദരിക്കേണ്ട രൂപമതല്ലേ എന്ന് സൂചിപ്പിക്കുകയാണ്. മാപ്പാക്കണം നബിയേ, മാപ്പാക്കണം നബിയേ. എന്നാൽ അടുത്തിരുന്നു
ശരീരം മുഴുക്കെ സ്വപ്നത്തിലങ്ങ് തടകിക്കൊടുത്തു. അവിടുത്തെ കൈകൊണ്ട് തടവിയപ്പോൾ